താഴ്മ താഴ്മ ഒരു മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. താഴ്മയ്ക്ക് ആത്മീകമായി വളരെയധികം ബന്ധമുണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ ആത്മീകതയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുവാനായി സാധിക്കും. ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്വഭാവത്തെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം യുക്തിയിലും പരിശോധിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാമെങ്കിൽ വളരെയധികം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിശുദ്ധീകരണത്തിലേക്കും രൂപാന്തരത്തിലേക്കും നമുക്ക് പോകുവാനായി സാധിക്കും. താഴ്മയെക്കുറിച്ച് വളരെയധികം തിരുവചനങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചെല്ലാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഗോഡ് ഒപ്പോസസ് ദ പ്രൗഡ് ബട്ട് ഷോസ് ഫേവർ ടു ദ ഹംബിൾ. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ ദയ കാണിക്കുന്നു, താഴ്മയുള്ളവന് കടാക്ഷിക്കുന്നു. അതായത് സ്വഭാവത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ ദൈവത്തിന് അവരോട് എതിർപ്പാണ്. അഹങ്കാരത്തോടുകൂടെ പെരുമാറുന്നവർ, അഹങ്കാരത്തിൻ്റെ മനോഭാവമുള്ളവർ, അവർക്കൊരിക്കലും അവരുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയില്ല, അവരുടെ ആരാധനകൾ കർത്താവ് കൈക്കൊള്ളുകയില്ല. അവർ ആത്മീകമായി പല ആക്ടിവിറ്റീസിൽ ഇടപെടുമ്പോഴും താഴ്മയുടെ അഭാവം കാരണം, അഹങ്കാരമുള്ളതുകൊണ്ട്, അത് ദൈവം മുന്നിലായാലും മനുഷ്യരോടായാലും ദൈവം അവരെ അംഗീകരിക്കാത്തൊരവസ്ഥ കാണുവാനായി കഴിയുന്നു. എന്നാൽ താഴ്മ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെല്ലാവരും നമ്മുടെ സ്വഭാവത്തിൽ താഴ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ദിനംതോറും മെനക്കെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നോട്ടത്തിൽ, മുഖഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപെടലിൽ, ഇടപാടുകളിൽ, നമ്മുടെ പ്രവർത്തന രീതികളിൽ എല്ലാറ്റിലും താഴ്മ പ്രകടമാകുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒത്തതായി മാറുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ലൈഫിലും, വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകുവാൻ, ദൈവത്തിൻ്റെ സഹായമുണ്ടാകുവാൻ, പ്രാർത്ഥനകൾ കേൾക്കപ്പെടുവാൻ, ആരാധനകളിൽ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉയർച്ച വരുവാൻ തക്കവണ്ണം തന്നെത്താൻ താഴ്ത്തണമെന്നും, അഹങ്കാരത്തോടെ ഇരുന്നാൽ ദൈവം തന്നെ അവരെ താഴ്ത്തുമെന്നുമുള്ള ഒരു വചനം നമുക്കവിടെ കാണുവാനായി സാധിക്കുകയാണ്. അപ്പോൾ ഉന്നത ഭാവത്തോടെ സംസാരിച്ചാലും, പലരും അധികം ശ്രദ്ധിക്കേണ്ടത് സംസാരത്തിൽ തന്നെയാണ്. ആ സംസാരത്തിൽ ഉന്നത ഭാവം പ്രകടിപ്പിക്കുമ്പോൾ തന്നെയും അത് ദൈവത്തിൻ്റെ ന്യായവിധിയെ കൊണ്ടുവരുവാനിടയായിത്തീരും. നമ്മൾ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള ഡിഫക്റ്റുകൾ ഉള്ളപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും പോലും ചെയ്യുന്നുണ്ടാകാം. പക്ഷേ താഴ്മ വരാത്തത്, താഴ്മയില്ലാത്തത്, അഹങ്കാരമുള്ളത് വലിയൊരു പോരായ്മയായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമെന്ന് ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ പറയുന്നു: സ്വാർത്ഥതയാൽ ഒന്നും ചെയ്യരുത്. ഇൻ ഹ്യൂമിലിറ്റി വാല്യൂ അതേഴ്സ് അബോവ് യുവർ സെൽഫ്. മറ്റുള്ളവരെ, താഴ്മയോടെ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ഉയർന്നവർ എന്ന് വിചാരിക്കണം. അതാണ് നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം. തിരുവചനത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്, നമ്മുടെ മനോഭാവത്തിൽ പോലും ഒരു സ്വാധീനം ചെലുത്തുകയാണ്. യേശു കർത്താവിൻ്റെ താഴ്മയെക്കുറിച്ച് പറയുന്നു: അനുസരണയോടുകൂടെ മരണത്തോളം, ക്രൂശോളം തന്നെത്താൻ താഴ്ത്തി. ദൈവമാണ്, ദൈവത്വത്തെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി നമുക്ക് തുല്യനായി വേഷത്തിൽ മനുഷ്യനായി വന്ന് ക്രൂശോളം തന്നെത്താൻ താഴ്ത്തി അടങ്ങിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും കർത്താവിന് ആ പറയുന്ന കഷ്ടതയിൽ നിന്നെല്ലാം പുറത്തു വരുന്ന നിലകളിൽ തൻ്റെ അധികാരത്തെ ഉപയോഗിക്കാമായിരുന്നു, തൻ്റെ അവകാശത്തെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ ഭാഗത്തിൽ കടന്നു പോകുന്നൊരു കാര്യമായതുകൊണ്ട് അത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഗെത്ശമന തോട്ടത്തിൽ താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അതിൽ കടന്നു പോവുകയാണ്.
ആ ക്രൂശിനെ, ആ പാനപാത്രത്തെ ഏറ്റെടുക്കുന്നു. ആ പാനപാത്രം കുടിച്ചുകൊണ്ട്, ആ കഷ്ടതയുടെ പാനപാത്രം കുടിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ ജീവിതയാത്ര തുടരുകയാണ്. താഴ്മയുടെ പാഠങ്ങൾ യേശുവിൽ നമുക്ക് കാണാം, യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിലും താഴ്മയുടെ പാഠങ്ങൾ ഉണ്ടാകട്ടെ. അനേകർക്കത് ഇമിറ്റേറ്റ് ചെയ്യുവാൻ, ഫോളോ ചെയ്യുവാൻ നമ്മുടെ ജീവിതവും മുഖാന്തരമായി മാറട്ടെ. മത്തായി സുവിശേഷം 11:29 യേശു തന്നെക്കുറിച്ച് തന്നെ പറയുന്നു, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ. എൻ്റെ നുകം ചുമന്നുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഫോർ ഐ എം ജെൻറ്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹേർട്ട്. ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനാകുന്നു. ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനാകുന്നു. ആ നുകം ചുമക്കുവാനാണ് പറയുന്നത്. താഴ്മയോടിരിക്കുക, സൗമ്യതയോടെ ഇരിക്കുക എന്നുള്ളത് സാധാരണ ഒരു നാച്ചുറൽ മാനിന് പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമല്ല. അതിന് വലിയ അഭ്യാസങ്ങൾ വേണ്ടി വരും, വലിയ പരിശ്രമങ്ങൾ വേണ്ടി വരും. അഹങ്കാരത്തിൻ്റെ ഭാവങ്ങൾ, ഉന്നതഭാവത്തിൻ്റെ ഭാവങ്ങൾ, നിഗളത്തിൻ്റെ ഭാവങ്ങൾ മനുഷ്യനിൽ കടന്നുകൂടിയിട്ടുള്ളതിനെ അതിനെ എടുത്തു മാറ്റിക്കളയുവാൻ അധികം പരിശ്രമിക്കേണ്ടി വരും. ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ ആ ഭാവങ്ങളിൽ നിന്നും വിമോചനം ലഭിക്കുവാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സൗമ്യതയും താഴ്മയുമുള്ള ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി ദൈവമക്കളുടെ പരിശ്രമം ആവശ്യമാണെന്ന് മറന്നു പോകരുത്. റോമലേഖനം 12:3 അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. ഡു നോട്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് മോർ ഹയർ ദാൻ യു ഓട്ട്. നിങ്ങൾ ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചുയരരുത്. വളരെ തിങ്ക് ഓഫ് യുവർ സെൽഫ് വിത്ത് സോബർ ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, താഴ്മയോടുകൂടെ നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. നാം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. നമ്മുടെ ഭാവങ്ങൾ, മനോഭാവങ്ങൾ, ചിന്താഗതികൾ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എഫേസ്യർ 4:2 ബി കംപ്ലീറ്റ്ലി ഹംബിൾ ആൻഡ് ജെൻറ്റിൽ, ബി പേഷ്യൻറ്റ്, ബെയറിംഗ് വിത്ത് വൺ അനദർ ഇൻ ലവ്. പരസ്പരം സ്നേഹത്തോടുകൂടി ഇരുന്ന് താഴ്മയോടും സൗമ്യതയോടും കൂടി ഇരിക്കണം, സഹിഷ്ണുതയോടുകൂടി ഇരിക്കണം, ക്ഷമയോടുകൂടി ഇരിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയർ 2:3-4 ഇൻ ഹ്യൂമിലിറ്റി വാല്യൂ അതേഴ്സ് അബോവ് യുവർ സെൽഫ്. മറ്റുള്ളവരെ നിങ്ങളിൽ അധികം മൂല്യം കാണുവൻ, നിങ്ങളിൽ അധികം പ്രാധാന്യമുള്ളവരായി കാണുവൻ. നോട്ട് ലുക്കിംഗ് ടു യുവർ ഓൺ ഇൻട്രസ്റ്റ് ബട്ട് ഈച്ച് ഓഫ് യു ടു ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ്. നിങ്ങളുടെ താല്പര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. സ്വാർത്ഥരാകരുത്, കരുതുന്നവരാകണം. അഹങ്കാരം കാണിക്കരുത്, മറ്റുള്ളവരുടെയും കൂടെ നന്മ ആഗ്രഹിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ എല്ലാം മുന്നിട്ട് നിൽക്കുന്നത് താഴ്മ എന്ന ഭാവമാണ്, താഴ്മ എന്ന സ്വഭാവമാണ്. ദൈവവചനത്തിൻ്റെ മുന്നേയും നമുക്ക് താഴ്മയുണ്ടാകേണ്ടതുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1:21 ഹംബ്ലി അക്സെപ്റ്റ് ദ വേർഡ് പ്ലാന്റഡ് ഇൻ യു. നിങ്ങളിൽ നടപ്പെട്ടിരിക്കുന്ന ആ വചനത്തെ താഴ്മയോടുകൂടെ ഏറ്റെടുക്കുവിൻ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനങ്ങളെ താഴ്മയോടുകൂടെ ഏറ്റെടുക്കുവിൻ. വചനത്തിൻ്റെ മുന്നിൽ എതിർത്ത് നിൽക്കുവാൻ പാടില്ല. വചനത്തിൻ്റെ മുന്നിൽ തുറന്നൊരു ഹൃദയം വേണം. വചനത്തെ ഏറ്റെടുക്കുവാനുള്ള നല്ല ഉള്ളം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ആത്മീകമായി ദൈവമക്കൾക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. യെശയ്യാപ്രവചനൻ്റെ പുസ്തകം 66:2 ദിസ് ഈസ് ദ ഓൺ ഐ എസ്റ്റീം. ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ ഇങ്ങനെയുള്ളവനാണ്. ഹി ഹു ഈസ് ഹംബിൾ ആൻഡ് കൺട്രൈറ്റ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രെമ്പിൾസ് അറ്റ് മൈ വേർഡ്. ആമേൻ. എൻ്റെ വചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവനും താഴ്മയുള്ളവനുമാണെങ്കിൽ അവനിൽ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഓക്കെ, താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. 2 ദിനവൃത്താന്തം 7:14 ഇഫ് മൈ പീപ്പിൾ ഹു ആർ കോൾഡ് ബൈ നെയിം, എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം വിൽ ഹംബിൾ ദംസെൽസ് ആൻഡ് പ്രേ, അവർ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ then I will hear from heaven and forgive their sin and heal their land. ഞാൻ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തെ സൗഖ്യമാക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്. അപ്പോൾ താഴ്മ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ കൊണ്ടുവരുന്നു. താഴ്മ നമ്മുടെ തകർച്ചയിൽ നിന്നും ഒരു ഉയർച്ചയിലേക്ക് നമുക്ക് വരുവാൻ തക്കോണം ദൈവിക സഹായത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ലൂക്കോസ് സുവിശേഷം 18:13-18 വരെയുള്ള വാക്യത്തിൽ ചുങ്കക്കാരനും പരീശനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോയ ഒരു ഉപമയെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അവിടെ പരീശൻ തന്നെത്താൻ ന്യായീകരിച്ചും നീതീകരിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും മനസ്സില്ലാതെ ദൂരത്തു നിന്ന് മാറത്തടിച്ചുകൊണ്ട് കർത്താവെ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് താഴ്മയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി എന്ന് തിരുവചനം നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നു. അപ്പോൾ എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ താഴുമോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകും. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവനെ കർത്താവ് കടാക്ഷിക്കുന്നു. താഴ്മയുള്ളവന് കൃപ ലഭിക്കുന്നു. താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നു. താഴ്മയുള്ളവനെ ദൈവം മാനിക്കുന്നു. അപ്പോൾ താഴ്മ ദൈവമക്കൾ വിട്ടുകളയരുത്. അത് സ്വഭാവത്തിൽ ഏറ്റെടുക്കുവാൻ തക്കോണം എപ്പോഴും തയ്യാറാകേണ്ടതായിട്ടുണ്ട്.
അഹങ്കാരത്തിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ തിരുവചനം വളരെയധികം തരികയാണ്. സദൃശവാക്യം 16:18 പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. വീഴ്ചയ്ക്ക് മുന്നേ ഉന്നതഭാവം ഉണ്ടാകും. എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ എ ഫോൾ. വീഴ്ചയ്ക്ക് മുന്നേ, തകർച്ചയ്ക്ക് മുന്നേ, നാശത്തിന് മുന്നേ ഉന്നതഭാവവും അഹങ്കാരവും ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. താഴ്മ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന തകർച്ചകൾക്കും നാശത്തിനും എതിരെ ഒരു വേലിയായി, ഒരു വലയമായി, ഒരു സംരക്ഷണ കവചമായി തീരുകയാണ്. താഴ്മ അനേക നാശങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം പ്രയോജനപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. ദാനിയേൽ പ്രവചന പുസ്തകം 4-ാം അധ്യായം 37-ാം വാക്യത്തിൽ ദോസ് ഹു വാക്ക് ഇൻ പ്രൈഡ് ഹി ഈസ് ഏബിൾ ടു ഹംബിൾ. അഹങ്കാരത്തോടുകൂടെ നടക്കുന്നവനെ താഴ്ത്തുവാൻ ദൈവം ശക്തനാണെന്ന് വചനം പറയുകയാണ്. കൊലോസ്യർ 3:12 ക്ലോത്ത് യുവർ സെൽഫ് വിത്ത് കമ്പാഷൻ, കൈൻഡ്നസ്, ഹ്യൂമിലിറ്റി, ജെന്റിൽനെസ് ആൻഡ് പേഷ്യൻസ്. അവിടെയും താഴ്മയെക്കുറിച്ച് പറയുകയാണ്. അതൊരു വസ്ത്രം പോലെ നിങ്ങൾ ധരിക്കണം. വസ്ത്രം നമ്മെ മറയ്ക്കുവാനുള്ളതാണ്, എന്നാൽ താഴ്മ നമ്മിൽ പ്രകടമാകണം. പുറമേ നമ്മുടെ ശരീരത്തിൽ എല്ലാവരും കാണുന്നത് നമ്മുടെ വസ്ത്രത്തെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ താഴ്മ കൊണ്ട് മറയ്ക്കാമെങ്കിൽ നമ്മുടെ താഴ്മയെ അനേകർ കാണത്തക്ക വിധത്തിൽ പ്രകടമാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, സംസാരങ്ങളിൽ, രീതികളിൽ, പെരുമാറ്റങ്ങളിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ, മനോഭാവത്തിൽ, എല്ലാറ്റിലും നമ്മുടെ ജീവിതശൈലിയിൽ മുഴുവനും താഴ്മ പ്രകടമാകണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ താഴ്മയിൽ അനേക അനുഗ്രഹങ്ങളുണ്ട്. താഴ്മയിൽ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. താഴ്മയിൽ ക്ഷമ ലഭിക്കും. താഴ്മയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. താഴ്മയുള്ളവരെ കർത്താവ് ഉയർത്തും. അനേക നന്മകൾ താഴ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ സ്വഭാവത്തിൽ താഴ്മ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ദൈവമക്ക് കഴിയണം. അഹങ്കാരത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ, ഉന്നതഭാവത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വിലമതിക്കാതെ നിന്ദിച്ചും പുച്ഛിച്ചും തരം താഴ്ത്തിയും കാണുന്ന മനോഭാവം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പൈശാചിക അടിമത്തത്തിൽ നിന്നും ദൈവമക്കൾ പുറത്തു വന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാം. കർത്താവിൻ്റെ ഭാവമുള്ള മക്കളായി, ദൈവപുത്രന്മാരായി വളർന്നു വരുവാൻ തക്കവണ്ണം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് നമ്മെ നമുക്ക് രൂപാന്തരപ്പെടുത്താം, വിശുദ്ധീകരിക്കാം, ഒരുക്കാം. കർത്താവിൻ്റെ നാമത്തിന് നമ്മുടെ ജീവിത മുഖാന്തരം മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ ഭാവത്തെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന മക്കളായി നമുക്ക് മാറാം. ഗാഡ് ബ്ലസ് യു.